നമ്മൾ ഈ പാലം കടന്ന് റെഡ് ക്ലിഫ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ റെഡ് ക്ലിഫ് ജെട്ടിയൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് കടൽ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ആളുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ് റെഡ് ക്ലിഫ്. തിമിംഗലങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ബോട്ടിൽ ടൂറുകളും അറേഞ്ച് ചെയ്യാറുണ്ട്. ജൂൺ മുതൽ നവംബർ മാസമൊക്കെയാണ് പ്രധാനമായിട്ടും കടലിൽ തിമിംഗലങ്ങളെ കാണുന്നത്. നമ്മൾ ഈ വെയിൽ വാച്ചിങ് ഗ്രൂപ്പുകളിലേക്ക് കൂടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താൽ തിമിംഗലങ്ങളെയൊക്കെ കാണാനുള്ള ട്രിപ്പിന് പോകാവുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിരിക്കും നമ്മളെ ഈ ട്രിപ്പൊക്കെ. നമുക്കന്ന് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ബോട്ടിൽ തന്നെ അവർ അറേഞ്ച് ചെയ്യുകയാണ് പതിവ്. നമ്മളൊരു പ്രാവശ്യം ഫാമിലിയോടുകൂടി വെയിൽ വാച്ചിങ് ട്രിപ്പിന് റെഡ് ക്ലിഫിൽ നിന്ന് പോയത് ഓർക്കുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. ബീച്ചിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി പോയി വരാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു സെറ്റപ്പാണിത്. ഇതിൻ്റെ ആപ്പ് ഉപയോഗിച്ച് സ്കൂട്ടർ അൺലോക്ക് ചെയ്ത് നമുക്കൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. എത്ര ദൂരം പോകുന്നോ അതനുസരിച്ചാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ കാണുന്നതാണ് ഞങ്ങളുടെ ജോലി സ്ഥലം. ഒരു 20 വർഷം മുമ്പാണ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തത്. ആദ്യം ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സ്ഥലം UK ആയിരുന്നെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പല പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് മൂവ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഒരു നല്ല സ്ഥലമാണെന്നോ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്കാണ് ജോലി കിട്ടിയിരിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് എത്ര മനോഹരമായ സ്ഥലമാണെന്നും എത്ര നല്ല സാഹചര്യത്തിലാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ പാറയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാർഡ് മരിച്ചുപോയ ആരുടെയോ സ്മരണയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും അവരെ ഓർമ്മിക്കാനായിട്ട് വെച്ചതായിരിക്കാം. ഇനി ഞാൻ പോകുന്നത് ഈ മനോഹരമായ ഔട്ട്ലുക്ക് പോയിന്റിലേക്കാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബൈനോക്കുലർ കൂടെ നോക്കിയാൽ കടലിൻ്റെ മറുകരയിലുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. എനിക്ക് വല്ലതും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. വെറുതെ നോക്കിയതേ എന്നുള്ളൂ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. സൂം ഇൻ ചെയ്തും ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് മിച്ചം എനിക്കങ്ങനെ വലുതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. കണ്ണിൻ്റെ കുഴപ്പമാണോ എന്തോ. നിന്ന് നോക്കിയാൽ കടലിൻ്റെ മറുവശത്തുള്ള കാഴ്ചകൾ വളരെ വ്യക്തമായി കാണാം കേട്ടോ. ബ്രിസ്ബൺ ഭാഗത്തുള്ള പോർട്ടിൻ്റെ ചില ഭാഗങ്ങളും വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ ഉയരുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ വളരെ ക്ലിയറായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഏറ്റവും ഭാഗ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ കാഴ്ചകളും എൻ്റെ വീട്ടിൽ നിന്ന് വെറും 200 മീറ്റർ ചുറ്റളവിൽ മാത്രം നടന്നാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തു ഭാഗ്യമല്ലേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നതും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ദിവസവും ഇന്ന് പോലെ കാണാൻ പറ്റുന്നതും. നാട്ടിലായിരുന്നപ്പോൾ ഒരു ബീച്ചോ കടലോ കാണണമെങ്കിൽ എറണാകുളത്തോ ആലപ്പുഴയിലോ കൊല്ലത്തോ വണ്ടി വിളിച്ച് പോകണമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കൺമുൻപിൽ തന്നെ, എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം. അങ്ങനെ നടന്ന് ഞാൻ പതുക്കെ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയുകയാണ്. ഈ റോഡ് സൈഡുകളിലൊക്കെ കണ്ടു ദൂരെ ഓറഞ്ചൊക്കെ കായ്ച്ചു നിൽക്കുന്നതെന്ന്. ഈ വീട്ടുകാർക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പാഷൻ ഫ്രൂട്ടൊക്കെ കായ്ച്ചു കിടക്കുന്നത് കണ്ടില്ലേ. ക്യൂൻസ്ലാൻഡിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥ, ഏകദേശം നാട്ടിലെ സമാനമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നാട്ടിലുള്ള എല്ലാവിധ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും എല്ലാം നമുക്ക് നട്ടുവെക്കാനും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനും പറ്റും. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുതെന്ന് പറയാം, ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ ആണ്. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി മേടിക്കണമെങ്കിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പിംഗ് ഏരിയ ആണിത്. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫാർമസി ഉണ്ട്, ബുച്ചർ ഷോപ്പുണ്ട്, ഒരു ചെറിയ ബേക്കറി ഉണ്ട്, കോഫി കടകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് തിരക്കുകളൊന്നുമില്ല. വളരെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കാം ആൻഡ് ക്വയറ്റായിട്ടൊക്കെ സെറ്റിലാകാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഇത്തിരി എക്സ്പെൻസീവാണ്. ഇപ്പം ഞങ്ങൾ വന്ന ഇടയ്ക്കൊക്കെ ഇത്ര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേഞ്ചൊക്കെ ഉള്ളായിരുന്നു വീടുകൾക്കൊക്കെ ഉള്ള പ്രൈസ്. പക്ഷേ ഇപ്പോൾ അറിയാമല്ലോ, എല്ലായിടത്തും വീടിനും പ്രോപ്പർട്ടിക്കും ലാൻഡിനും എല്ലാം വില കൂടി. അതിനനുസരിച്ച് ഈ ഏരിയയുടെയും വില കൂടി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.